ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ് കേട്ടോ, മൈദ വെച്ചിട്ട്. അപ്പോൾ മോള് വന്നത് മുതൽ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് മൈദ കൊണ്ട് അട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒക്കെ ഒന്ന് മാറട്ടെ, പോകുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലെ ചായക്ക് കടി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈദ ഒരു അളവും കാര്യത്തിനൊന്നല്ല കേട്ടോ എടുത്തിക്കണം, നമുക്കിപ്പോൾ എത്ര വേണോ അതിൻ്റെ ഒരു ഇതിന് അങ്ങനെ മാവ് എടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാവൊക്കെ കുഴച്ച് കുറച്ച് ലൂസായി കുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൂസായി കുഴച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ്സിൽ അടിക്കുമ്പോൾ ഒന്ന് വലിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി കുഴക്കണം കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരവ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. എന്താ വെച്ചാൽ വീഡിയോയിൽ ഇപ്പോൾ അധികം നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നോർമലായിട്ട് എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇടത്തെ കൈയാണോ വലത്തെ കൈയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് അധികം ഇങ്ങനത്തെ പണികളൊക്കെ, കത്തിപ്പണി, ഇങ്ങനെ ചിരവൻ്റെ പണി ഇങ്ങനത്തെ അധികം എടുക്കുന്നത് ഇടത്തെ കൈയിലാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാതെ വ്യത്യാസമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ കയ്യിൽ ചെയ്യാൻ പറ്റാതാകുമ്പോൾ മറ്റേ കൈ കൊണ്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അധികം എനിക്ക് പാളിച്ചകളും പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ചിരകുമ്പോൾ കയ്യിലൊക്കെ 2-3 പ്രാവശ്യം മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു 3-4 പേരുണ്ട് കേട്ടോ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നതും എഴുതുന്നതും ഒക്കെ ആയിട്ട്. മക്കളായിട്ടും ഉണ്ട്, മൂത്തമ്മ, അങ്ങനെയൊക്കെ അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതിൽ മുറ്റടിക്കാനും ഇടത്തെ കൈ കൊണ്ട് ഓരോ പണികളും ചെയ്യുമ്പോഴൊക്കെ ലുപ്പയും ഒക്കെ പറയട്ടോ, കയ്യിന് അടി കൊടുത്താൽ മതി, കയ്യിനടിച്ചാൽ നമ്മൾ ഓർമ്മ വരും, വലത്തെ കൈ കൊണ്ട് തന്നെ ചെയ്തോളൂ എന്നൊക്കെ പറയട്ടോ. പക്ഷെ അതൊക്കെ വെറുതെ എത്ര തന്നെ ചെയ്താലും നമുക്ക് മൈൻഡ് അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് എഴുതുന്നതൊക്കെ വലത്തെ കയ്യിൽ തന്നെയാണ് കേട്ടോ. ഈ മറ്റേ കാര്യങ്ങൾ അടിച്ചു വാരുക, കത്തി കൊണ്ടുള്ള പണി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടത്തെ കയ്യിൽ തന്നെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടക്ക് മാവ് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് വെല്ലം കൊണ്ടാണ് കേട്ടോ. പഞ്ചസാരയും കൊണ്ട് അട ഉണ്ടാക്കിയാൽ കാക്ക കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 എണ്ണം വെല്ലപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അട ഉണ്ടാക്കുമ്പോൾ വെല്ലപ്പൊടി ഇട്ട് ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെല്ലപ്പൊടി ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ മോള് തിന്നൂല കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 5-6 എണ്ണം മൂപ്പർക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി പഞ്ചസാരയിൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പഞ്ചസാരയിൽ ഉണ്ടാക്കിയപ്പോൾ അടയിൽ പഞ്ചസാര വന്നിട്ട് ആവി കൊണ്ടപ്പോൾ ഇങ്ങനെ കട്ടായി പോയിട്ടോ. അപ്പോൾ മോള് പറയുന്നുണ്ടായിരുന്നു, ഒന്നുകിലും വെച്ച് ഇത് പഞ്ചസാരയും തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കുമല്ലോ, അങ്ങനെ ഏലക്കായൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. പഞ്ചസാര ഇങ്ങനെ കട്ടിയായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ചുട്ടെടുത്തപ്പം വെല്ലത്തിലുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെറിയ മോൾക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളന്ന്
ഇല്ലിച്ചെമ്പിന് നട്ടും ബോൾട്ടും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തട്ടാണ് ഇട്ടത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എടുക്കാനൊക്കെ എളുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് പപ്പടക്കോലോ അല്ലെങ്കിൽ കത്തിൻ്റെ ചുണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുക്കണം കേട്ടോ. എങ്ങനെ എടുക്കുകയാണെങ്കിലും നൂൽപൊട്ടും എന്തെടുക്കുകയാണെങ്കിലും ഒക്കെ വെള്ളത്തിൽ ചാടി പോകും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അടയും കൂടെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് 2 തട്ടിൽ വെക്കാതെ തനിച്ചാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഒരെണ്ണം ചൂടാറിയിട്ട് അത് പാത്രത്തേക്ക് തട്ടിയതിൻ്റെ ശേഷമാണ് കേട്ടോ മറ്റേ തട്ടിൽ വെക്കാറ്. അതുകൊണ്ടാണിത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേ തട്ടിൽ ഇങ്ങനെ കോർത്ത് അങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതാവുമ്പോൾ ഇങ്ങനെ തനിച്ച് ഇഡ്ഡലി ആണെങ്കിലും നൂൽപുട്ടാണെങ്കിലൊക്കെ ഞാൻ തനിച്ചാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അട അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് ഇനി വേറെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയിട്ടും വന്നപ്പോൾ കുറച്ച് പിന്നെ കൊണ്ടാട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് കൊണ്ടാട്ടം തന്നെ ആണ് തോന്നുന്നു കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ, മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് പപ്പടം പൊരിക്കുന്ന സമയത്ത് തലേദിവസം 2 പൊരിച്ചായിരുന്നു കേട്ടോ. പൊരിച്ചപ്പോൾ അധികം പൊങ്ങിയൊന്നും വന്നില്ല. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു എണ്ണ നല്ല ഒഴിക്കണം, എണ്ണ നല്ല ഒഴിച്ചാൽ നല്ല പൊങ്ങി വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തോനെ എണ്ണ എടുത്തിട്ട് പൊരിച്ച് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇട്ടത് ഏതായാലും പൊരിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ എണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴും പിന്നെ വല്ലാതെ ഒന്നും പൊരിഞ്ഞ് വരുന്നില്ല കേട്ടോ. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയുന്നില്ല കേട്ടോ. ഈ ചിലപ്പം പഴയതും പുതിയതും ഒക്കെ ഉണ്ടായിട്ടാണോ എന്നറിയില്ല. അങ്ങനെ കല്ലച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടാട്ടങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി 10 രൂപേൻ്റെ പാക്കറ്റൊക്കെ ഇങ്ങനെ വരുമല്ലോ. അതിലൊക്കെ ഇത് എന്തോരം വിരിഞ്ഞിരിക്കും നിൽക്കുന്നത്, കാണാൻ തന്നെ നല്ല രസമായിരിക്കുമല്ലോ. ആ ഒരു പാക്കറ്റിൽ കയറി വന്നാൽ ഒരു 10 15 ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ വിരിഞ്ഞ് വരുന്നതുകൊണ്ട് പാക്കറ്റാക്കുമ്പോൾ 10 15 ഇട്ടാൽ മതി കേട്ടോ. ഇതെന്താണെന്നറിയില്ല, അതങ്ങനെ പൊങ്ങി വരുന്നില്ല. എണ്ണയൊക്കെ തോനെ ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിലൊക്കെ മുളകും പൊടി കാണുമല്ലോ. അപ്പോൾ ഞാൻ ഇത് പൊരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ഉപ്പും മുളകും പൊടിയും കൂടെ എടുത്തിട്ട് ഇത് പൊരിച്ചിട്ട് അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടഞ്ഞ് എടുത്ത് മക്കൾക്ക് തിന്നാൻ കൊടുത്തപ്പോൾ പറയുന്നുണ്ട് ഇതിൽ കൊണ്ടാട്ടത്തിലേ ഉപ്പുള്ളതല്ല, പിന്നെ എന്തിനാ ഉമ്മച്ചി ഉപ്പിട്ടത്, മുളകും പൊടി മാത്രം ഇട്ടാൽ പോരെയെന്നു കേട്ടോ. പറഞ്ഞത് ശരിയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഉപ്പ് കേട്ടോ. പിന്നെ സ്കൂളിലേക്കൊന്നും കൊണ്ടുപോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ കൊണ്ടാട്ടം അതിൽ മുക്കിയിട്ട് അങ്ങനെ തിന്നു കേട്ടോ, ഉപ്പ് കളഞ്ഞിട്ട്. പക്ഷേ അത്രയ്ക്ക് ഉപ്പുണ്ടായിരുന്നു കേട്ടോ. മുളകും പൊടി മാത്രം ഇട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ മുളകും പൊടി ഉപ്പും കൂടി ഇട്ടപ്പോൾ പിന്നെ കഴുകിയിട്ടാണ് കേട്ടോ അത് തിന്നത്. അപ്പോൾ ആരും കൊണ്ടാട്ടം പൊരിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പ് ഇടേണ്ട ആവശ്യമല്ല കേട്ടോ, മുളകും പൊടി മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെ അടയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.